സിന്ധൂസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ക്യാരറ്റ് തോരൻ വെക്കുന്നതിന് വേണ്ടി കൊത്തി അരിയുന്നില്ല, ഗ്രേറ്റ് ചെയ്യുന്നില്ല. ഇതിലെല്ലാം വളരെ ഒരു സിമ്പിൾ മെത്തേഡിൽ നമ്മൾ ക്യാരറ്റ് തോരൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയും വളരെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. അതുപോലെ തന്നെ സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ വളരെ ഈസി ആൻഡ് സിമ്പിൾ ക്യാരറ്റ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ക്യാരറ്റ് കൊത്തിയരിയേണ്ട കാര്യമില്ല, ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ആ സിമ്പിൾ മെത്തേഡ് എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് തന്നെ ക്യാരറ്റ് തോരന് നമ്മളിവിടെ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. നമ്മൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 തണ്ട് കറി ലീഫ്, 1 കപ്പ് ചിരകിയ തേങ്ങ, ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഉള്ളി ചേർക്കുന്നില്ല. ഉള്ളി ഇഷ്ടമുള്ളവർക്ക് 5-6 കൊച്ചുള്ളി ചേർക്കാവുന്നതാണ്. സവാള ചേർക്കാൻ പാടില്ല, കാരണം ക്യാരറ്റിന് ഓൾറെഡി ഒരു മധുരം ഉള്ളതാണ്. സവാള ചേർക്കുമ്പോൾ പിന്നെയും നമ്മൾ തോരൻ വെച്ച് കഴിയുമ്പോൾ ഒരു മധുരം ഫീൽ ചെയ്യും. അപ്പോൾ ഉള്ളി താല്പര്യമുള്ളവർ 5-6 കൊച്ചുള്ളി മാത്രം കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഈസി മെത്തേഡിൽ ക്യാരറ്റ് എങ്ങനെയാണ് തോരൻ വെക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ക്യാരറ്റിനെ ചെറിയ ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ക്യാരറ്റ് ഇവിടെ വളരെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ ഒരു ഈസി മെത്തേഡാണ്. അതുപോലെ നമ്മുടെ ഈ ക്യാരറ്റ് തോരൻ റെസിപ്പിയും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇത് നമ്മൾ അരിയൊന്നും അരയ്ക്കുന്ന വലിയ ജാറല്ല എടുക്കേണ്ടത്, ചെറിയ ജാറാണ് എടുക്കേണ്ടത്. നമ്മൾ ചതച്ചൊക്കെ എടുക്കുന്ന ജാറാണ്. അതിലേക്ക് നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായി കാണുക. ഇതെങ്ങനെയാണ് ചതച്ചെടുക്കുന്നത് എന്ന്. അരച്ചെടുക്കുന്ന പോലെ ഇത് അരയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള മിക്സിയുടെ ജാറിൻ്റെ വലിപ്പം അനുസരിച്ച് 1 തവണയായിട്ടോ 2 തവണയായിട്ടോ ഇത് ഇട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത് ഒറ്റ തവണ കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഞാൻ മിക്ക ദിവസങ്ങളിലും ഇത് ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് തോരൻ്റെ രീതിയിലാക്കി എടുക്കണം. അതിനായി ജാറ് മിക്സിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ പൾസ് മോഡിൽ വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരയ്ക്കുന്ന പോലെ അരയ്ക്കാൻ പാടില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തോരൻ്റെ രൂപത്തിലായി കിട്ടും. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് 1 2 3 4 ഇത്ര മാത്രം മതിയാകും. ഇനി ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പൾസ് മോഡ് ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞായി ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ നമ്മൾ കൊത്തി എരിയുന്നതിലും വളരെ നല്ലതായിട്ട് എല്ലാം ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ 1-2 കഷ്ണങ്ങൾ ചില സമയത്ത് നമുക്ക് ചതയാതെ വരും. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കോട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചതയാനുള്ള 4 കഷ്ണം കൂടെ ഇതിലേക്ക് ചതച്ചെടുത്തിട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറി ലീഫും, അതിൽ കുറച്ച് കറി ലീഫ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് തന്നെ പച്ചമുളകും കറി ലീഫും ഒക്കെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, എല്ലാം വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിയുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മ ഈ ഒരു മെത്തേഡിലാണ് എപ്പോഴും ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നത്. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കൊത്തി അരിയാറില്ല, ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് അമർത്തിയെടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ക്യാരറ്റ് തോരൻ നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. അതിനെ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ല തണുപ്പാണ്. എൻ്റെ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിരിക്കുകയാണ്. നമ്മൾ എത്ര ഉരുക്കിയാലും ബോട്ടിൽ നമ്മൾ എത്ര ചൂടുവെള്ളത്തിൽ വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വരട്ടെ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം.
കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ അരി ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് പൊരിച്ചിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതോടൊപ്പം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഒരു തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. കറി ലീഫിൽ അല്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ക്യാരറ്റിൻ്റെ ഈ തോരനുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ക്യാരറ്റ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് പയർ തോരനൊക്കെ വെക്കുമ്പോൾ വെള്ളം അല്പം തളിച്ചു കൊടുക്കണം. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അതിൽ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ക്യാരറ്റൊക്കെ ആകുമ്പോൾ ഒത്തിരി നമുക്ക് വേവിക്കേണ്ട കാര്യമില്ല. വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വന്നാൽ മതി. എന്നാലും ക്യാരറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ക്യാരറ്റ് തോരൻ എന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കുക. ഞാനിങ്ങനെ ചേർക്കാറുണ്ട്. തോരൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരല്പം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മധുരമുള്ളതായതുകൊണ്ട് ഈ പെപ്പർ പൗഡറൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരല്പം കറി ലീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിലെ വെള്ളത്തിൻ്റെ അംശം തോന്നുന്നെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് അല്പം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നല്ല ഡ്രൈ ആയി കിട്ടും. ക്യാരറ്റിൻ്റെ പച്ചമണം എല്ലാം മാറി ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ഈസിയായി ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് സമയവും ലാഭിക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കൊത്തി അരിഞ്ഞൊക്കെ വരികയാണെങ്കിൽ കുറേ അധികം സമയം പോകും. വളരെ ഈസിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.